ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ബീഹാർ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, UP എന്നിവിടങ്ങളിൽ 2001-നും 2011-നും ഇടയ്ക്ക് 20% ജനസംഖ്യാ വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്ക്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും ആയ അവിഭജിത ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും കേരളം, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലും ഈ 10 വർഷത്തിനിടയിൽ 16% താഴെയാണ് ജനസംഖ്യാ വളർച്ച ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ജനസംഖ്യാ വളർച്ച കുറവുള്ള സ്ഥലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കുറച്ചുകൂടി വികസനം സംഭവിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കുറച്ച് പ്രതിനിധികൾ മതി പാർലമെന്റിലേക്ക്. അപ്പോൾ അവികസിതമായ സ്ഥലത്തു നിന്നും കൂടുതൽ പ്രതിനിധികൾ എന്നുള്ളത് എങ്ങനെയാണ് രാജ്യത്തെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ അംഗീകരിക്കാനാവുക എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ ജനസംഖ്യ കുറയുന്നതിൻ്റെ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നമ്മൾ ഇവിടെ അനുഭവിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. ഇപ്പോൾ 2024-ൽ 84-ാം ഭേദഗതി കാലഹരണപ്പെടും. അപ്പോൾ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനായി രാഷ്ട്രീയ അതിർത്തികൾ പുനർനിർണ്ണയിക്കാൻ കേന്ദ്ര സർക്കാരിന് സ്വാതന്ത്ര്യമുണ്ടാകും. അപ്പോൾ ഹിന്ദി ഭാഷാ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സ്വാധീനമുണ്ടാകുന്ന രൂപത്തിലേക്ക് അത് മാറും എന്നുള്ള ആശങ്കയാണ് നിലവിൽ ഇന്ന് യോഗം ചേർന്ന എല്ലാ സംസ്ഥാനങ്ങളും അഭിപ്രായം പറഞ്ഞിരിക്കുന്ന അവർ ആശങ്ക പങ്കുവച്ചിരിക്കുന്നത്.